ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മളുടെ ഇന്നലത്തെ നിഫ്റ്റി ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ആയത് 25,951 എന്ന ലെവലിലായിരുന്നു. എന്നാൽ ഇന്ന് 52ഓളം പോയിന്റ് മൈനസിൽ ഗ്യാപ് ഡൗണിൽ 25,899 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. ഇന്ന് ആകെ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്കറിയാം നൽകിയിരിക്കുന്ന മൂവ്മെന്റ് ഏതാണ്ട് 160 പോയിന്റിനടുക്കെ ഒരു മൂവ്മെന്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ലോ ആയി ഓപ്പൺ ആയപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിഫ്റ്റി അത്രയും ബുള്ളിഷ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത ലെവലിലോട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ്, ഇത് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. കൃത്യമായും ട്രേഡ് ചെയ്തവരുണ്ട്. ട്രേഡബിൾ ആയിരുന്ന പോയിന്റുമാണ്. എന്നാൽ ഈ ലെവൽ പ്രധാന ഒരു റെസിസ്റ്റൻസ് ആയി നിലകൊള്ളാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ടാർഗറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് കൃത്യമായും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാമായിരുന്നു. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ് ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ ലെവലിൽ വരാതെ ഇവിടെ നിന്നും വീണ്ടും ഒരു റിവേഴ്സൽ നമ്മൾ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലിലോട്ട് വീണ്ടും പ്രൈസ് അപ്പോഴും മൂവ് ചെയ്യുന്നത് കാണാമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അടുത്ത ട്രേഡ് റിപ്പീറ്റഡ് ട്രേഡ് എടുക്കേണ്ടി വരുന്നു എന്നതേ ഉള്ളൂ. എന്നാൽ കൃത്യമായും ഇതെല്ലാം ട്രേഡബിൾ ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ലെവലിൽ വന്നതിന് ശേഷം ഏറെ നേരം ഇവിടെയെല്ലാം കൺസോൾഡേറ്റ് ചെയ്ത് തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. ഇവിടെ നിന്നും കൺസോൾഡേഷൻ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രേക്കിൽ ഇവിടെ നിന്നും ഒരു എൻട്രി എടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ട പോയിന്റ് ആണ്. എന്നാൽ ഇതിന് മുകളിലോട്ട് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി ഈ ലെവൽ ട്രേഡ് ചെയ്യാതിരുന്നാൽ പോലും ഇവിടം ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കാനും തുടർന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിൽ പിടിക്കുമ്പോൾ കൃത്യമായും ട്രേഡ് എടുക്കാനും കഴിയുന്നതായിരുന്നു. എന്നാൽ ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും നല്ല രീതിക്ക് മൂവ് ചെയ്തെങ്കിലും അധികം പേരും ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്ലോസിംഗ് ആയതുകൊണ്ട് അതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഈ തരത്തിലുള്ള ഒരു മൂവ്മെന്റ് തീർച്ചയായും ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിച്ചു എങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയിൽ ആ ലെവലുകൾ അത്ര കണ്ട് വർക്ക് ചെയ്തില്ല. ഇതേപോലെ തന്നെ ഒരു ലെവൽ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നു. അതിന് അടുക്ക വരെ എത്തിയെങ്കിലും പ്രീമിയത്തിൽ അത്ര മൂവ്മെന്റ് ഉണ്ടാവുകയോ ഒരു നല്ല ട്രേഡ് ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഈ ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി ആൻഡ് സെൻസെക്സ് അതിൽ രണ്ടിലും ട്രേഡ് ചെയ്തിരുന്നവർക്ക് തീർച്ചയായും നല്ല പ്രോഫിറ്റ് ലഭിച്ചു. ഇതുവരെ രേഖപ്പെടുത്തിയ ഹിസ്റ്റോറിക്കൽ ഹൈക്ക് മുകളിൽ കയറി പ്രൈസ് ബ്രേക്ക് ചെയ്ത് അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്തവർക്ക് ഇന്നും നല്ല പ്രോഫിറ്റ് നിഫ്റ്റിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് എന്താണ് നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ അഥവാ നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്താണെന്ന് നോക്കാം. ചിലപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നിയേക്കാം, ഇവിടെ ഇത്തരത്തിൽ കുറേ വരകൾ വരച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് എന്താണ്, എങ്ങനെയാണ് നിഫ്റ്റി പെട്ടുപോകും എന്നൊക്കെയുള്ള കമന്റ് വരുന്നത് കാണാം. പക്ഷേ ഈ ലെവലുകളുടെയൊക്കെ പ്രസക്തി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് കൃത്യമായും ഈ ഏരിയയെല്ലാം വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. ആ തരത്തിലുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ കാലങ്ങളായി ഞാൻ ചെയ്യാറുള്ള ഒരു പ്രവൃത്തിയാണിത്. എല്ലാ ദിവസവും മാർക്കറ്റ് കഴിഞ്ഞാൽ രാത്രി എപ്പോഴെങ്കിലുമായി എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെ തയ്യാറാക്കാറുണ്ടായിരുന്നു. അടുത്ത കാലത്തായി ഇത് ഇത്തരത്തിൽ മാർക്കറ്റേഴ്സ് എന്ന ഒരു യൂട്യൂബ് ചാനൽ ഹിറ്റായി അതിനകത്ത് ഈ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തു വന്നിരുന്നത്. നാളുകളായി നിരീക്ഷിക്കുന്നവർക്ക് ഇതിനൊരു കൃത്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് വാച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്തായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഞാൻ തീർച്ചയായും കൃത്യമായ ലെവലുകൾ എൻ്റെ അനലൈസേഷൻ പ്രകാരം എൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ച് കൃത്യമായ ലെവലുകൾ ഈ തരത്തിൽ ഒരു ട്രേഡിംഗ് പ്ലാനായി തയ്യാറാക്കി പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്നാലും ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്നതാണ്. ഞാനൊരു സെബി അനലിസ്റ്റ് ഒന്നുമല്ല, രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഒരു വെറും എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം തയ്യാറാക്കുന്ന പ്ലാനാണ്. നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നു എങ്കിൽ ഉപയോഗിക്കാം. റിസ്ക് നിങ്ങളുടേതാണ് എന്ന് ഞാൻ പതിവ് പോലെ പറയുന്നു. ഒരു പഠനാർത്ഥം ഇതും ഉപയോഗിക്കുക എന്നാണ് എനിക്ക് അഭിപ്രായം ഉള്ളൂ. നിങ്ങൾ ഇത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ ഒരാളോടും പറയുന്നില്ല. അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ റിസ്ക് പൂർണ്ണമായും നിങ്ങൾ തന്നെയാണ്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് എൻ്റെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാന സപ്പോർട്ടായി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു ലെവൽ 25,933 എന്ന ലെവലാണ്. അതുപോലെ തന്നെ ഇന്ന് പുതിയ ഉയരം തന്നു. അപ്പോൾ ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് 26,064 എന്ന ലെവലാണ്. അതിനു മുകളിൽ ഒരു ലെവലും കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 26,096 എന്ന ലെവലാണ്. 26,100 എന്ന ലെവൽ എന്ന് പറയാം. നാളെ ഇത്രയും വലിയ ഒരു മൂവ്മെന്റ് ഇന്ന് കിട്ടിയതായതുകൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഗ്യാപ്പ് അപ്പ് ആയേക്കാം. ഈ ലെവലിലോ ഒക്കെ ഗ്യാപ്പ് അപ്പ് ആയേക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ട്രേഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാൽ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് ചെറിയ ടൈം ഫ്രെയിമിൽ എന്ന് തോന്നിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് കൈയോ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഇനി ഈ ലെവലും ടെസ്റ്റ് ചെയ്താൽ പോലും ഒരു 10, 25, 30 പോയിന്റിന്റെ ഒരു അപ്വേർഡ് റെസിസ്റ്റൻസ് കണക്കാക്കിക്കൊണ്ട് ഞാൻ സെല്ലിംഗ് ഡയറക്ഷൻ കിട്ടിയാൽ തീർച്ചയായും ഒരു പുട്ട് ഓപ്ഷൻ ആയിരിക്കും ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. അപ്പോൾ അത് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് ഈ ലെവൽ, അതിനുശേഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ, ഇങ്ങനെ ഈ ലെവലുകളിലേക്ക് ബ്രേക്ക് ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. എന്നാൽ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാതെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ എത്രയായിരുന്നാലും അവിടെ ലഭിക്കാവുന്ന അത്തരത്തിലൊരു മൂവ് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ രേഖപ്പെടുത്തുന്ന ഡേയ്സ് ലോ, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ മാത്രമായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഡയറക്ഷൻ ലഭിച്ചാൽ ആ സ്റ്റോപ്പ് ലോസിൽ നിന്ന്, ഡേയ്സ് ലോ എന്ന സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യും. എന്നാൽ ശരിക്കുമുള്ള ഒരു ട്രേഡ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ലെവലിൽ കിട്ടുകയാണെങ്കിൽ, നമുക്കറിയാം വില കയറുകയാണ്, അങ്ങനെയെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുക എന്ന ഉദ്ദേശമാണ്. ഈ ഏരിയയിൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന, ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ലഭിക്കാം. 26,064, 96 എന്ന ടാർഗറ്റുകൾ ലഭിച്ചേക്കാം യഥാക്രമം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയുമാണ് ഇന്നത്തെ ഒരു പ്രൈസ് മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത്. ഒരു സെല്ലിംഗ് ഡയറക്ഷൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ലെവലിൽ ഗ്യാപ്പ് അപ്പ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു സെല്ലിങ്ങിനുള്ളത് ചിന്തിക്കുന്നുള്ളൂ. ഈ ലെവലിൽ വന്നാൽ പോലും അത് തീർച്ചയായും ഒരു ബൈയിങ് ഡയറക്ഷൻ തന്നേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. എത്രയായിരുന്നാലും ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴോട്ട് നിഫ്റ്റി നാളെയോ ഒന്നും ക്ലോസ് ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരിക്കാം ലെവലുകൾ എന്ന് പരിശോധിക്കാം. 54,040 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരമാണ് ഇവിടെ ആദ്യമായി നമുക്ക് താണ്ടേണ്ടുന്ന റെസിസ്റ്റൻസ്. എങ്കിലും അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രധാന റെസിസ്റ്റൻസ് ലെവലായി 54,525 കാണുന്നു. 54,419 ആയിരിക്കാം ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കാനിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഉടൻ കിട്ടേണ്ടുന്ന ഒരു ടാർഗറ്റ്. ബാങ്ക് നിഫ്റ്റിയുടെയും സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് കൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. ഈ ലെവലല്ല, ഇവിടെ നിന്നാലും ഇതൊരു സപ്പോർട്ടായി മാറി അപ്പോൾ ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ഇതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് കൈ ബ്രേക്ക് ചെയ്യാതിരിക്കുകയും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് തന്നെ വരും. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വരികയാണെങ്കിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. എങ്കിലും നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ മൂവ് ചെയ്യുന്ന ഈ ഇൻഡെക്സുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നിപ്പം രാവിലെ നിഫ്റ്റി സെല്ലിങ്ങിൽ വന്നെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റി കൃത്യമായും ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. അത്രയും നേരം കൺസോൾഡേറ്റ് ചെയ്തു. ഈ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് കൈ വീണ്ടും ബ്രേക്ക് ചെയ്ത് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഞാനൊരു എൻട്രി ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തിക്കൊണ്ടും റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എങ്കിലും നിഫ്റ്റിയിലും സെൻസെക്സിലും ഉണ്ടായ അത്തരത്തിലുള്ള ഒരു മൂവ് എന്തുകൊണ്ടോ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്തിരുന്നില്ല. ഇല്ലാതിരുന്നെങ്കിൽ തീർച്ചയായും നല്ല ടാർഗറ്റുകൾ എല്ലാവർക്കും ലഭിക്കുമായിരുന്നു.
എങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ. ലെവലുകൾ ഇങ്ങനെയാണ് കാണാമെന്നാണ് കരുതുന്നത്. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. സെൻസെക്സിൽ പ്രധാന സപ്പോർട്ടായി 84,830 എന്ന ലെവൽ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് തൊട്ട് മുകളിലായി ചെറിയ മൈനർ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 84,098, 84,980, 84,908, 84,980 എന്ന ലെവലുകളാണ് അവ. ഇന്നത്തെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ 85,320 85,419 എന്ന ലെവലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് സെൻസെക്സിലെയും സിറ്റുവേഷൻ. ഇന്ന് പുതിയ ഹിസ്റ്റോറിക്കൽ ഹൈ തന്നു, അതിന് മുകളിൽ ക്ലോസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലിന് മുകളിൽ ക്ലോസ് ആയിരിക്കുകയാണ്. ആ നിലയ്ക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവാം ലഭിക്കുക. എങ്കിലും ഞാൻ ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ കൂട്ടത്തിൽ ഒരു ബൈയിങ് ചാൻസിന് ശ്രമിക്കാൻ സാധ്യതയില്ല. ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സിറ്റുവേഷൻ കണ്ടാൽ മാത്രം അത്തരത്തിലുള്ള ഒരു അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ തൊട്ട് മുകളിലുള്ള, അതല്ലെങ്കിൽ ഒരു 10, 50, 100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ലെവൽ കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് സാധ്യതയുള്ളൂ. പ്രധാനമായും ഈ ലെവലിൽ ലഭിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഈ ലെവലിലോട്ട് പ്രൈസ് ഒന്ന് ഓപ്പൺ വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ പാറ്റേൺ, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ തരികയാണെങ്കിൽ മാത്രമാണ് ഞാനൊരു ട്രേഡിന് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. നാളെ ഇപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ വീക്ക്ലി ക്ലോസിംഗ് ഡേ ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാൻ കഴിയില്ല. എന്തായിരുന്നാലും നാളെ ഈ ലെവലുകളാണ് പ്രധാനമായും ഞാൻ പരിഗണിക്കുക. പക്ഷേ അതിൽ നിന്നും ഏത് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളത് ഓപ്പണിങ്ങിന് ശേഷം ലഭിക്കാവുന്ന ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകളുടെ മൂവ്മെൻറ്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ത് ഡയറക്ഷനാണോ നൽകുന്നത് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇത് ഒരു പ്രത്യേക ലെവലിലാണ് ഇത്രയും ഹൈ ക്ലോസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഗ്യാപ്പ് അപ്പ് തന്നെ ആയേക്കാം എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവ്യക്തമായ പ്ലാൻ പറയേണ്ടി വരുന്നത്. അപ്പോൾ പതിവ് ഡയലോഗ്, ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സ്ഥിരമായി കാണുന്നവരും പുതുതായി കാണുന്നവരും ഒക്കെ അവരവരുടെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഷെയറുകളുമെല്ലാം നൽകി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെയും നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്